അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കൊരു കഥ കേൾക്കാം ആദ്യം കേട്ടോ. ചാപ്പരങ്ങാട് തേനൊരു പാപ്പാന്റെ മക്കാമുള്ള പള്ളി ദർശെടുത്തുമ്പോ അവിടെ ഒരാളെ പാമ്പ് കടിച്ചു. കോട്ടക്കൽ ആര്യവേശാലി കൊണ്ടേക്കാണ് സൂചി വെച്ചു, മരുന്ന് കൊടുത്തു, പലതും കൊടുത്തു. പക്ഷെ ആൾക്ക് ബോധം വരുന്നില്ല, കണ്ണിന്റെ പോള പൊന്തുന്നില്ല. അപ്പൊ ഓരെന്താക്കി, പള്ളിക്കലെ മോചേരിയാണ് സാധുപീടിയായി ഞമ്മടുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്റെ വാപ്പാനെ പാമ്പ് അടിച്ചിക്കണ്, മുപ്പരെ കണ്ണിന്റെ ഓള പൊന്തണില്ല, ജീവൻ കിട്ട് വരുന്നില്ല. ഓക്കെ ഉസ്താദത്തേക്ക് മണ്ടി ഞാൻ, കാരണം പള്ളിക്കലെ മോചേരായ നമ്മൾ മാനം കെടാൻ പറ്റുമോ? ഓക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു, അതിനെന്തിനാ പേടിക്കണ്ട, നിങ്ങൾ ഹദ്ദാദുർ റാത്തീബ് നിങ്ങൾ പതിവാക്കി ചെല്ലലുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെല്ലലുണ്ട്, പക്ഷെ ഇജാസത്തൊന്നും കിട്ടിയില്ല. അപ്പൊ എന്നാ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പരിപൂർണമായ ഇജാസത്ത് തന്നു. എങ്ങനെയുണ്ട് ഈ കഥ? മുസ്ലിയാരുടെ കഥ എങ്ങനെയുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിനെ നശിപ്പിക്കാനേ ഇസ്ലാമിന്റെ വേഷം കെട്ടി ഇങ്ങനെ ഓരോരുത്തരും നടക്കാൻ ഇയാള് ഈ കഥ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. പാമ്പ് കടിയേറ്റാനുള്ള കാര്യമാണ്. പാമ്പ് കടിയേറ്റാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട്. ഏത് രോഗത്തിനാണെങ്കിലും ലിക്കുല്ലിദ ഇൻദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ മരുന്ന് ചെയ്യാം. പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ചികിത്സകളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇയാള് ഇതിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. ഇയാളുടെ പോലീശ ഒന്നും ആക്കാനും ഇതിൽ ഉപകാരപ്പെടൂല. കാരണം ഞാൻ വലിയ ആളാണ് എന്ന് എനിക്ക് ഇജാസത്ത് കിട്ടിയതാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്ന് ചെയ്യണം, ചികിത്സ ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത്. ചികിത്സിക്കൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനിയോ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഇതുപോലെ മന്ത്രിക്കാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന മന്ത്രങ്ങൾ നമുക്ക് ചെയ്യാം. എന്നാൽ ഇയാൾ പറയുന്ന ഹദ്ദാദ് റാത്തീബ് പ്രവാചകന് പരിചയമുണ്ടോ പ്രിയപ്പെട്ടവരെ? ആരെ ഈ ഹദ്ദാദ്? യമനിലെ ഹദർ മൗത്തിലെ 1044 കാലഘട്ടത്തിൽ, ഹിജറ 1044, ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച 1000 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ, അയാൾ എഴുതി ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഹദ്ദാദ് റാത്തീബ് എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. ഇത് ആണ് മന്ത്രിക്കാൻ പറഞ്ഞു വിട്ടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് മന്ത്രങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ ഈ മന്ത്രത്തിന് ഇത് പോലീശേണ്ടെന്ന് ആരാ പഠിപ്പിച്ചത്? നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല, വെള്ളത്തിൽ ഊതിയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐ യുൻഫഖു ഫീഹി, വെള്ളത്തിൽ ഊതുക എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണെന്നാണ്, വിരോധിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് റസൂല് ചെയ്യാത്ത വെള്ളത്തിൽ ഊതി കൊടുക്കുക എന്നുള്ള പ്രവാചകൻ പഠിപ്പിച്ചല്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു പോലീസ് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ എന്നിട്ട് ഇയാളൊരു ജാമ്യം എടുക്കലുണ്ട്. അതാണ് വല്ലാത്തൊരു ജാമ്യം. ഇയാൾ പറയാണ്, നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ പോയെങ്കിലും വേണ്ടില്ല, ആശുപത്രിയിൽ പോയിക്കോന്നാണ്. ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ ചെയ്യണം, എന്നിട്ട് ഓൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇയാൾക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ പിന്നെ ആശുപത്രിയിലേക്ക് വിട്ടതിനാ? അങ്ങനെ വിട്ടില്ലെങ്കിലേ എൻ്റെ പുറം കുറ്റിപ്പുറം ആകുന്നതാണ്, നല്ല കുറ്റി ആളുകൾ നല്ല കൈ വെക്കുമെന്നാണ്. അപ്പൊ ഇയാൾക്ക് പോലും വിശ്വാസമല്ല. ഹദ്ദാദ് റാത്തീബ് ചെല്ലിയാൽ എൻ്റെ ഈ രോഗം മാറോ, എൻ്റെ ഈ പാമ്പിന്റെ വിഷം ഇറക്കാൻ പറ്റുമോ എന്ന് ഇയാൾക്ക് പോലും വിശ്വാസമല്ല. എന്നിട്ട് ആളുകളുടെ മുമ്പിൽ സ്ഥാപിക്കുകയാണ്, എന്നിട്ട് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഇസ്ലാമിനെതിരെ വിമർശിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിവുണ്ടാകേണ്ടത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളും പ്രാർത്ഥനകളും മന്ത്രങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിന് പകരം ഇത്തരത്തിലുള്ള 1000 വർഷം കഴിഞ്ഞ് ചൊല്ലിയതൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ പറയാൻ ശ്രമിക്കുന്നതിന്റെ ദുരന്തം വലിയൊരു ദുരന്തമായിരിക്കും. ആളുകളൊക്കെ നിരീശ്വരവാദത്തിലേക്ക് പോകാനൊക്കെ അത് കാരണമാകുന്നു കൂടി തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്.